നമസ്കാരം. മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ നിയമസഭയിലെ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിലും ഇനി മാറ്റം വരികയാണ്. നിലവിൽ CPM-ലെ ഏറ്റവും മുതിർന്ന അംഗം എന്ന നിലയിൽ കെ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിക്കടുത്തുള്ള 2ാം നമ്പർ സീറ്റിൽ ഇരുന്നിരുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ MV ഗോവിന്ദനായിരുന്നു 2ാം നമ്പർ സീറ്റിൽ. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാനായി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് രാധാകൃഷ്ണൻ ആ സീറ്റിലെത്തിയത്. കെ രാധാകൃഷ്ണൻ രാജിവെച്ചതോടെ ആ സീറ്റിൽ ആരെത്തുമെന്നതാണ് ആകാംക്ഷ. മുഖ്യമന്ത്രിയെ കൂടാതെ CPM-ൽ നിന്നും വ്യവസായ മന്ത്രി P രാജീവ്, ധനമന്ത്രി KN ബാലഗോപാൽ, എക്സൈസ് മന്ത്രി MP രാജേഷ് എന്നിവരാണ് ട്രഷറി ബെഞ്ചിൽ മുൻനിരയിലുള്ളത്. ഇവരിൽ ആരാകും ഇനി മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നാണ് ഇനി അറിയാനുള്ളത്. P രാജീവും KN ബാലഗോപാലും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ സീനിയർ ഇവർ തന്നെയാണ്. ഇരുവരും മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്നവരുമാണ്. അതിനാൽ ഇവരിൽ ആരെങ്കിലും 2ാം നമ്പർ കസേരയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് ആ സീറ്റിലെത്തുമെന്ന സംസാരവുമുണ്ട്. റിയാസിന്റെ കാര്യത്തിൽ പല തീരുമാനങ്ങളും CPM-ൽ പുതുമയുള്ളതായിരുന്നു. ബേപ്പൂരിൽ സിറ്റിംഗ് സീറ്റിൽ നിന്ന് VKC മുഹമ്മദ് കോയയെ മാറ്റി റിയാസിനെ മത്സരിപ്പിച്ചതിൽ തുടങ്ങുന്നു ആ നീക്കങ്ങൾ. ആദ്യമായി MLA ആയ റിയാസിനെ മന്ത്രിയാക്കി സുപ്രധാന വകുപ്പുകൾ ഏൽപ്പിച്ചപ്പോൾ ഷംസീർ അടക്കമുള്ളവർ വേദനയോടെ നോക്കി നിൽക്കുകയായിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് റിയാസ് എത്തിയപ്പോൾ വർഷങ്ങളായി CPM സംസ്ഥാന സമിതിയിൽ അടക്കം പ്രവർത്തിച്ചവർക്ക് കാഴ്ചക്കാരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതേ രീതി തുടർന്നാൽ റിയാസ് 2ാം നമ്പർ കസേരയിലെത്തും. 2ാം നമ്പർ കസേരയിൽ എത്തിയില്ലെങ്കിലും മുൻനിരയിൽ റിയാസ് എത്തുമെന്ന് ഏകദേശം ഉറപ്പാണ്. നിലവിൽ 2ാം നിരയിലെ ആദ്യ സീറ്റാണ് റിയാസിന് നൽകിയിരിക്കുന്നത്. കനത്ത പരാജയത്തിന് ശേഷമുള്ള CPM-ന്റെ ആദ്യ സംസ്ഥാന നേതൃയോഗം AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. തോൽവിയുടെ കാരണത്തിലെ പ്രാഥമിക ചർച്ച കൂടാതെ കെ രാധാകൃഷ്ണന് പകരം ആരെ മന്ത്രിയാക്കണമെന്നതിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. മാനന്തവാടി MLA-യും ആദിവാസി വിഭാഗത്തിൽ നിന്നുമുള്ള OR കേളുവിന്റെ പേരിലാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ പരക്കുന്നത്. മന്ത്രിയെ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ നിയമസഭയിലെ സീറ്റുകളുടെ കാര്യത്തിലും ചർച്ച നടക്കും. ചർച്ചയുണ്ടാകുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പിണറായിയുടെ മനസ്സിൽ എന്താണോ അതിന് അംഗീകാരം എന്നതാണ് സ്ഥിതി. ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ അടിയന്തര തീരുമാനം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ വകുപ്പുകളിലും ചില അഴിച്ചുപണികളും പ്രതീക്ഷിക്കുന്നുണ്ട്. സച്ചിൻ ദേവ് MLA മന്ത്രിയാകും എന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. സച്ചിൻ ദേവിന് മന്ത്രി മുഹമ്മദ് റിയാസുമായി നല്ല അടുപ്പമാണുള്ളത്. മാത്രമല്ല മുഖ്യന്റെ മകൾ വീണയ്ക്ക് ആര്യ രാജേന്ദ്രനുമായും അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധങ്ങൾ മുൻനിർത്തി സച്ചിൻ ദേവ് MLA ആകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊരു നീക്കം നടത്തിയാൽ തിരിച്ചടിയാകുമെന്ന് കൂടി ഭയന്നാണ് ആ നടപടി മാറ്റിവെച്ചതും. നന്ദി.